തെല്ലവീവിന്റെ ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ട മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാൻ സ്ഫോടനത്തിൽ തകർത്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ത്രൂ മൊസാദിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് മറ്റു ശത്രു രാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടായെന്ന് മാത്രമല്ല ക്വാർട്ടേഴ്സ് തകർന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ടർ ഡേവിഡ് ഡാഡി ബറാനിയ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ തലച്ചോറായിട്ടാണ് മൊസാദിൻ്റെ ആസ്ഥാനവും മൊസാദും പ്രവർത്തിക്കുന്നത്. ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ മൊസാദിൻ്റെ സംവിധാനങ്ങളും സംഘങ്ങളും ഉണ്ട്. ഇസ്രായേലിനെതിരെയോ ജൂത വിഭാഗത്തിനെതിരെയോ ഏതെങ്കിലും തരത്തിലോ നീക്കുപോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരെ രാജ്യം കടന്നുകൊണ്ട് ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ചെയ്യുന്നതാണ്. തെളിവില്ലാത്ത രീതിയിലും പ്രഖ്യാപനമില്ലാത്ത രീതിയിലുമാണ് പല ഘട്ടങ്ങളിലും അവരുടെ പ്രവർത്തനം. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ച് ഇറാൻ്റെ അകത്ത് ഇപ്പോൾ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മൊസാദിൻ്റെ തലച്ചോറാണ്. അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ ശാസ്ത്രജ്ഞർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. അത് മൊസാദിൻ്റെ പ്ലാനാണ്. ഈ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. അതെല്ലാം ഇവർ പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചങ്ങായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്നാൽ അവരുടെ തലച്ചോറിന് നേരെ ഇപ്പോൾ ഇറാൻ മിസൈൽ പായിക്കുന്നു, അത് തകരുന്നു, മൊസാദിൻ്റെ തലവൻ കൊല്ലപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നതിനേക്കാളും ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നതിനേക്കാളും ഗൗരവമുള്ളതാണ് ചാര സംഘത്തിലെ രഹസ്യ ചാര സംഘടനയുടെ ഏറ്റവും വലിയ തലച്ചോർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരാജയത്തിലാണ്. അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഏത് മിസൈലും കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാനും ഈ മേഖലയിൽ അശാന്തി ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരപ്പെടുത്തുന്നു. നമുക്ക് നോക്കാം. 1949 ഡിസംബർ 13 മൊസാദ് എന്ന് പറയുന്ന ചാരസംഘം നിലവിൽ വന്നത്. അത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലാണ്. 1948 മെയ് 14 ഇസ്രായേൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് ഫലസ്തീൻ്റെ മണ്ണിൽ വെച്ച്. അതോടനുബന്ധിച്ച് അത് തൊട്ടടുത്ത പിറ്റേ വർഷം 1949 മൊസാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ സൃഷ്ടിച്ചു, രഹസ്യ ചാരസംഘം. കാര്യം ആ മേഖലയിൽ അന്ന് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വലിയ എതിർപ്പും കാര്യങ്ങളും ജൂത വിഭാഗത്തിനും ഇസ്രായേലർക്കും വരെ നേരെ ഉണ്ടാവുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് അവർ ആക്കം കൂട്ടിയത്. ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ 1996 മൊസാദിൽ ചേർന്നതാണ്. 2013 മുതൽ 19 വരെ സൊമേറ്റ് വിഭാഗത്തിൻ്റെ മേധാവിയായി പ്രവർത്തിച്ചു. അത് മൊസാദിൻ്റെ മറ്റൊരു സംഘമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയായിട്ടോ ആണ് തോന്നുന്നത്. സൊമറ്റ് എന്നാണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സൊമറ്റ് ആ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ചു. 2019 ഉപ ഡയറക്ടറായിട്ട് വന്നു. പിന്നീട് അദ്ദേഹം ഡയറക്ടറായിട്ട് കയറുകയും ചെയ്തു. 2021 ജൂൺ മാസം 1 മൊസാദിൻ്റെ ഹെഡ് ഡയറക്ടറായിട്ട് ഡേവിഡ് ഡാഡി ചുമതലയേൽക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തന രീതികളൊക്കെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. വളരെ കൃത്യമായ രീതിയിലുള്ള രഹസ്യ കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ചോർത്തിയെടുത്ത് അത് രാജ്യത്തിന് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഡേവിഡ് ഡാഡി ബറാനിയ എന്ന അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. അദ്ദേഹം മിടുക്കനായിരുന്നു. ഒന്നിൽ മാത്രം അദ്ദേഹം പരാജയപ്പെട്ടു. അത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അത് മൊസാദിൻ്റെ എല്ലാ രഹസ്യ സംവിധാന കാര്യങ്ങളും ഉപയോഗിച്ചിട്ടും ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൽ അവർ ഇത്രയും വിപുലമായ രീതിയിലുള്ള ഒരു അക്രമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ മൊസാദിൻ്റെ പരാജയം വലിയ നാണക്കേടായിട്ട് ഇസ്രായേൽ സർക്കാരിന് തന്നെ ഉണ്ടാവുകയും ചെയ്തു.
എന്നാലും അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞാൽ ലെബനാനിലുള്ള ആക്രമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും രഹസ്യമായി സംഘടിപ്പിച്ചത് മൊസാദാണ്. വളരെ കൃത്യമായ രീതിയിൽ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ഉണ്ടാവുന്ന സമയം കണക്കാക്കിയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിംഗ് തകർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതോടനുബന്ധിച്ച് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, 20ഓളം പേര് എന്ന് പറയുന്നു. അതിൽ കൂടുതലും ഇതിൻ്റെ സൈനിക കമാൻഡർമാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ് എന്നും പറയപ്പെടുന്നു. ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അവരൊരു പേജർ ദുരന്തം അവിടെ നടത്തിയിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചതും മൊസാദിൻ്റെ വിഭാഗമാണ് എന്നാണ് റിപ്പോർട്ടിലൊക്കെ കാണുന്നത്. ആ പേജർ ദുരന്തത്തോടു കൂടി രാജ്യത്തെ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ആ സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായ രീതിയിൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് അവിടെ ഈ ഒരു അക്രമം ഉണ്ടാകുന്നത്. അക്രമത്തോടു കൂടി വലിയ പരാജയവും വലിയ നഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ലെബനാനും ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കുന്നു, വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ വഴിക്ക് ആ കാര്യങ്ങളൊക്കെ പോകുന്നു. അവിടെ പങ്കാളിത്തം വഹിച്ചത് മൊസാദാണ്. രണ്ടാമത് പിന്നീട് അവിടെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് യമനുമായിട്ടുള്ള വിഷയത്തിലാണ്. യമനിൽ പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പ്രോക്സി വിഭാഗമായിരിക്കുന്ന ഹൂത്തികളുമായി ബന്ധപ്പെട്ട കാര്യം, അവർ ഇസ്രായേൽ നടത്തുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടില്ല എന്നൊരു പരാതി നിലനിന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാക്കി ഇറാനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് മൊസാദിൻ്റെ വലിയ തന്ത്രമാണ്. അപ്പോൾ ഈ അക്രമത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു അക്രമമായ സമയത്ത് അവർ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാൻ പറ്റുമോ അത്രയും അക്രമ പരമ്പരകൾ തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ്റെ അകത്ത് ആദ്യ ദിവസം അവർ നടത്തിയിട്ടുണ്ട്. ആ സമയത്താണ് സൈനിക കമാൻഡർ, ശാസ്ത്രജ്ഞർ, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെടുന്നത്. ഏകദേശം 4 ഉന്നതരായിരിക്കുന്ന നേതാക്കൾ തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത് മൊസാദിൻ്റെ തന്ത്രപരമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ മെനഞ്ഞ് മറ്റുള്ളവരുടെ തലച്ചോറ് തകർക്കാൻ പാകത്തിലുള്ള സംവിധാനമുള്ള മൊസാദ് എന്ന് പറയുന്ന സംഘടനയും അല്ലെങ്കിൽ ആ സംഘവും അതിൻ്റെ ഡയറക്ടറും ഈ ഡയറക്ടറായിരിക്കുന്ന ഡേവിഡ് ഡാഡി എന്ന് പറയുന്ന ആൾക്കും അവരുടെ ജീവൻ പോലും രക്ഷിക്കാൻ പറ്റാത്ത വിധം അവരെ മരണം തേടിയെത്തി എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായിയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് തന്നെ അയാൾ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഖമനിയെ കൊല്ലാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അയാൾ സ്വമേധയാ കീഴടങ്ങണം എന്നുള്ളതും. അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഖമനയി എവിടെയാണ്, ഏത് ബങ്കറിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഞങ്ങൾക്കറിയാം എന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് മൊസാദുമായിട്ടും ഇസ്രായേലുമായിട്ടുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അവിശുദ്ധ ബന്ധത്തിൻ്റെ അലയൊലികളാണ് അയാളിൽ നിന്നിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനേക്കാൾ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ഈ ആക്രമണം നടത്തി നമ്മൾ തന്നെയാണ് എന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറയും വേണമെങ്കിൽ അമേരിക്കയും ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നു എന്നൊക്കെ. ഇതൊക്കെ ഒരു പുറമറ സൃഷ്ടിച്ച് പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന അമേരിക്ക തന്നെയാണ്. പിന്നെ അമേരിക്കക്ക് അതിൽ ഇൻവോൾവ് ആണ്, ഞങ്ങൾ കൂടാൻ പോവുകയാണ്, ഞങ്ങൾ വേണമെങ്കിൽ ആക്രമിക്കും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ യുദ്ധം ചെയ്തത് മുഴുവൻ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ്. അമേരിക്കയാണ് നേതൃത്വം നൽകി എന്നുള്ളതല്ല, അതിന് മുന്നണി പോരാളിയായിട്ട് അവരാണുള്ളത്. ഇസ്രായേലിൻ്റെ പുറകെ നിന്നും കഴിഞ്ഞിട്ട് ഏനാബൈത്തെ ചൊല്ലിക്കൊടുക്കുന്നു എന്ന് മാത്രം. നിലവിൽ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും അതിഭയാനകരമാണ്, അതിഭീകരമാണ്. യഥാർത്ഥത്തിൽ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപൂർവമായിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൽ പുറത്തു വരുന്നത്. വലിയ നിയന്ത്രണമാണ്, സോഷ്യൽ മീഡിയകൾക്ക് നിയന്ത്രണമാണ്, പത്രത്തിനും ചാനലുകൾക്കും നിയന്ത്രണമാണ്. ആ നിയന്ത്രണം തെറ്റിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നാൽ അവർക്ക് നടപടി എടുക്കുമെന്ന് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ചില ഏരിയകൾ ഇസ്രായേലിൻ്റെ തന്നെ
നഗരപ്രാന്ത പ്രദേശത്തിലെ ചില ഏരിയകളെ കുറിച്ച് പറയുന്നത് ഗസയുടെ അവസ്ഥക്ക് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. ബിൽഡിങ്ങുകളെല്ലാം തകർന്ന് തരിപ്പണമായി, റോഡ് പോലും കാണാൻ പറ്റാത്ത വിധം ചെതറിക്കിടക്കുന്നു. ആളുകൾ മരണപ്പെടുന്നുണ്ട്. മരണപ്പെട്ട ആളുകൾ പലരും ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. ഈ പരിക്കേറ്റവരാണെങ്കിൽ വേറെ ഉണ്ട്. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം. നമ്മൾ എങ്ങനെയാണോ ഗസക്കകത്ത് ഫലസ്തീനികളെ കാണുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം, സമാന സ്ഥിതി ഉള്ള പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോഴത്തെ മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് 1-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഡസനിലധികം ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ്. എല്ലാ സമയത്തും ഈ പറയപ്പെട്ട ഈ മൊസാദിൻ്റെ ആസ്ഥാന മേഖലയിൽ ആളുകൾ തിങ്ങിക്കൂടാറുണ്ട്. പല കാര്യത്തിനും പല ആവശ്യത്തിനും. അവരുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിൽ തന്നെ 100-ലധികം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ രാത്രിയോ അതിലുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു വിഷയം. കുറച്ച് കഴിയുന്ന സമയത്തൊക്കെ അല്പാൽപമായിട്ടാണ് വിവരം കിട്ടുക. ഇപ്പോൾ കഴിഞ്ഞ 2ാമത്തെ ദിവസം നടത്തിയ ആക്രമണത്തിൽ 35 പേരെ കാണാതായിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പത്രങ്ങളും ഗവൺമെൻറ്റും റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് 2 ദിവസം കഴിഞ്ഞു, അല്ലാതെ ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഈ ഇപ്പം നോക്കുന്ന സമയത്ത് ആ 35 ആളുകളെക്കുറിച്ച് ഒരു വിവരം പിന്നെ പറഞ്ഞിട്ടില്ല. അവരൊന്നുകിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയത് നമ്മൾ തെറ്റായിരിക്കുന്ന റിപ്പോർട്ടാണ്, അല്ല മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ റിപ്പോർട്ട് തരണ്ടേ? ഒരു തരത്തിലും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിയാണ്. അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയിക്കുന്നു. പരമാവധി അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇറാൻ വിടുന്ന മിസൈലുകൾ ഇതുവരെ കാണാത്ത തരത്തിലും ശക്തിയുള്ളതും വേഗതയുള്ളതും പൊട്ടിത്തെറിച്ചാൽ വലിയ നാശങ്ങൾ ഉണ്ടാകുന്നതും ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇറാൻ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന മിസൈലുകൾ അത്രയും റഷ്യൻ നിർമ്മിതമാണ് എന്നുള്ളതും, ചിലതിൽ കാണാൻ പറ്റുന്നത് റഷ്യയും ഇറാനും സംയുക്തമായി നിർമ്മിച്ചതാണ് എന്ന തരത്തിലുമാണ്. ഏതായിരുന്നാലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറാൻ്റെ മിസൈൽ തെല്ലവീവിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തിയും അതിൻ്റെ പവറും അതിൻ്റെ വേഗതയും സ്ഫോടനത്തിൻ്റെ ആഘാതവും കനത്തതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും മൊസാദിൻ്റെ ആസ്ഥാനത്ത് തീ പിടിച്ചത് പൂർണ്ണമായ രീതിയിൽ അണക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ മലയാള ചാനലിൽ ഇസ്രായേൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ചെയ്ത ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അവരുടെ നേരിട്ടുള്ള അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അഭിമുഖം നടത്തി. എനിക്ക് തോന്നുന്നു 18 ചാനലാണ്, 18 ചാനൽ 24 ചാനൽ ഏതെങ്കിലും ഒരു ചാനലാണ്. അതിൽ അവരൊരുപാട് വർഷം അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അവർ പറയുന്ന കാര്യം, ഞങ്ങൾ ഈ മേഖലയിൽ നിന്ന് ജെറുസലേം നഗരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വിട്ടിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ നഗരപ്രദേശത്ത് ഒരു മിസൈൽ വീണ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് 5 കിലോമീറ്റർ ദൂരത്തുള്ള ഞങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് പോലും ഇളക്കവും ആഘാതവും ഉണ്ടാകുന്നു. അതിശക്തമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നത്, അങ്ങനെ ആവുന്ന സമയത്ത് ഇസ്രായേൽ നഗരത്തിലുള്ള ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്സാരമായിരിക്കുന്ന സ്ഫോടനമായിട്ടൊരിക്കലും വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും പോകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഹമാസ് പോലെ അല്ലെങ്കിൽ ഗസ പോലെയോ ലെബനാൻ പോലെയോ ആണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് മനസ്സിലായി. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് വലിയ സൈനിക ബലവും ശക്തിയും തന്ത്രങ്ങളും ഉള്ള രാഷ്ട്രം. മാത്രമല്ല യുദ്ധം ചെയ്ത് കൃത്യമായിരിക്കുന്ന പരിചയമുള്ളത്. എത്രത്തോളം? 8 വർഷമാണ് യുദ്ധം ചെയ്തത് ഇറാഖുമായിട്ട്. ആ യുദ്ധം ഉണ്ടാക്കിയത് ഇറാഖാണ്, അവസാനിപ്പിച്ചത് ഇറാനാണ്. അപ്പോൾ ഉണ്ടാക്കിയവർ യഥാർത്ഥത്തിൽ അത് അവസാനിപ്പിച്ചിട്ടില്ല. പിന്നീട് ആർക്ക് നേരെയാണോ ആക്രമണം വന്നത് അവരാണ് അവസാനിപ്പിച്ചത് എന്നുള്ള ചരിത്രം. 8 വർഷം യുദ്ധം ചെയ്തതോട് കൂടിയിട്ട് ഒരു കാര്യം ഇറാന് മനസ്സിലായി, ആയുധവും ബലവും ശക്തിയും ഇല്ലെങ്കിൽ ഒരിക്കലും രാജ്യം നിലനിൽക്കുകയില്ല. മാത്രവുമല്ല ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ കാലാൾപ്പട വെച്ചിട്ട് സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് അതിർത്തി കടന്ന് ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞ് കീഴ്പ്പെടുത്തുന്ന പ്രവൃത്തിയല്ല, എല്ലാം ആകാശയുദ്ധമാണ്. യുദ്ധം കൊണ്ട് മാത്രമാണ് 2ാം ലോക യുദ്ധത്തിന് ശേഷം ഏതൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും
വളരെ പ്രാധാന്യമായ രീതിയിൽ ചെയ്യപ്പെട്ട യുദ്ധം ആകാശയുദ്ധമാണ്. നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളിതിൽ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം, മൊസാദിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം അവരുടെ രഹസ്യചാര സംഘമായി അവർ 1949 തൊട്ടടുത്ത വർഷം രൂപീകരിക്കപ്പെട്ട ഈ ചാരസംഘത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ കോട്ടേഴ്സ് തകരുന്നു, അതിൻ്റെ ഡയറക്ടർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിന് തത്തുല്യമായിരിക്കുന്ന രീതിയായിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തെ നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.